ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നും വന്നിരിക്കുന്നത് മറ്റൊരു വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഇന്നലത്തെ വേക്കൻസി നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വേക്കൻസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ അവർ പറഞ്ഞിരുന്നത് ദുബായിലും UAE-യിലുമാണ്. അപ്പോൾ അതിനുശേഷം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, നാട്ടിൽ ഉടനെ വല്ല ഇൻ്റർവ്യൂസും നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. കാരണം പലർക്കും അതിൽ പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സിൽ എക്സ്പീരിയൻസ് ഉള്ള പലരും എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ചിലരൊക്കെ ദുബായിക്ക് പോകാൻ തന്നെ പ്ലാൻ ഇട്ടു. എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചു, ഞങ്ങൾ ദുബായിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. അതുപോലെ KCRന് മെയിൽ അയച്ചു, അവർക്ക് റിപ്ലൈയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഉള്ളൊരു ഹാപ്പി ന്യൂസാണ്. ഇന്നത്തെ വേക്കൻസി വരുന്നത് IITR ഏജൻസിയുടെ അണ്ടറിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും IITR ഏജൻസി അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിലും ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ് വരുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ വരുന്നത് കൊച്ചിയാണ്. കൊച്ചിയിലും ദുബായിലുമാണ് ഇൻ്റർവ്യൂ. ഓൾറെഡി KCRന്റെ സൈറ്റിലൂടെ നമ്മൾ ദുബായിലെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം അറിഞ്ഞു. ഇപ്പോൾ കൊച്ചിയിലും ഇൻ്റർവ്യൂ ഉണ്ട്, പക്ഷേ അത് IITR ഏജൻസിയുടെ അണ്ടറിലാണ്. അതേപോലെ തന്നെ ദുബായിലും IITR ഏജൻസിയുടെ അണ്ടറിൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ ഡേറ്റ് അവർ ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷേ ഗുഡ് ന്യൂസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞ സെയിം ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് തന്നെയാണ് IITRന്റെ വേക്കൻസിയും വന്നിരിക്കുന്നത്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ദുബായിലും UAE-യിലും നടക്കുന്ന KCRന്റെ ഇൻ്റർവ്യൂവിൽ ഇവർക്ക് 2 years എക്സ്പീരിയൻസ് ആണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ IITRന്റെ അണ്ടറിലാണെങ്കിൽ 4 years എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതും 3 years ഈ പറയുന്ന സ്പെഷ്യാലിറ്റിയിൽ തന്നെ വർക്ക് ചെയ്തിരിക്കണം. എന്തായാലും വേക്കൻസിയിലെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അത് യൂസ്ഫുൾ ആണോ, അല്ലെങ്കിൽ യൂസ്ഫുൾ അല്ല, യൂസ്ലെസ് വീഡിയോ ആണെങ്കിൽ യൂസ്ലെസ് എന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ എന്തെങ്കിലും കമൻറ്റ് ചെയ്താലല്ലേ എനിക്ക് അറിയത്തുള്ളൂ ഞാൻ ഇനി ഇതുപോലത്തെ വേക്കൻസി വീഡിയോ മുന്നോട്ടിടണോ. പലരും വന്ന് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്, വേക്കൻസി വീഡിയോ ഇട്ടതുകൊണ്ട് യൂസ്ഫുള്ളായി, നമുക്ക് ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്. ഇന്നലെ ഒരാൾ മെസ്സേജ് അയച്ചു. പക്ഷേ നിങ്ങൾ ഓരോ വീഡിയോയുടെ താഴെ ഇങ്ങനെ കമൻറ്റ് ഇട്ടാലാണ് നമുക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാനായിട്ടൊരു എൻകറേജ്മെൻറ്റ് കിട്ടത്തുള്ളൂ. എൻ്റെ വേക്കൻസീസിൻ്റെ ഒക്കെ വീഡിയോസ് മിനിമം ഒരു 1K ആൾക്കാരെങ്കിലും കാണാറുണ്ട്. പക്ഷേ ലൈക്സ് വരുന്നതും കമൻസ് വരുന്നതൊക്കെ വളരെ വിരലിലെണ്ണാവുന്നതാണ്. അപ്പം അത്രയും പേര് കാണുന്നുണ്ട്. അതിലേറെ പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നും എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വേക്കൻസീസ് യൂസ്ഫുള്ളായി തോന്നുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുകയെങ്കിൽ ഞാൻ എടുക്കുന്ന ഈ ഒരു എഫേർട്ടിനെയും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ലൈക്സും കമൻസും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ചെയ്യുന്നത് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ്. ശരിയായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ. യാതൊന്നിനും ഞാനോ ചാനലോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഇതാണ് വേക്കൻസി റിലേറ്റഡ് ആയിട്ട് IITR ഇട്ട പോസ്റ്റ്. നഴ്സസ് ഫോർ അയർലൻഡ്, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് ഇൻ കൊച്ചി ആൻഡ് ദുബായ്, March 2026. ICU, cardiology, operation theatre, emergency and oncology. Eligibility criteria: minimum 4 years total experience, minimum 3 years in relevant specialty, 200 plus bedded NABH or JCI hospital experience, NMBI decision letter in process or received, IELTS or OET. For IELTS, 7 score in 3 modules and 6.5 in 1, or OET, B grade in 3 modules and C+ in 1. If you are interested, you can share your CV at ireland@higher-indians.com. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ സമയം കളയാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യൂ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.